നമസ്കാരം മാഡം, ഈ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ? ഞങ്ങളുടെ പേര് ആശ എന്നാണ്. ഞങ്ങൾ ചേർത്തല പട്ടണക്കാട് CDS എന്ന് പറയുകയാണ്. പട്ടണക്കാട് പഞ്ചായത്തിൽ തന്നെയാണ് ഞങ്ങൾ. കുടുംബശ്രീയുടെ പരിപാടി ഞങ്ങൾ ചെയ്യുന്നതാണ്. കുടുംബശ്രീയുടെ തന്നെ വ്യക്തിഗതമായിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. നിങ്ങൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ അച്ചാറാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അച്ചാർ തന്നെ മാങ്ങ, നാരങ്ങ, വെളുത്തുള്ളി, ഈന്തപ്പഴം, നാരങ്ങ ഈന്തപ്പഴം, ചെമ്മീൻ, മീൻ, അങ്ങനെ എല്ലാം, ഇഞ്ചി, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം ഇതേപോലെ കൊടുക്കുന്ന ഈ രീതിയിൽ തന്നെയാണോ? അതെ, ഭരണിയിലാണ് മെയിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അതായത് പഴയ ഒരു സ്റ്റൈൽ ഇത് കിട്ടാൻ പഴയൊരു സ്റ്റൈൽ, നൊസ്റ്റാൾജിയ പറയാം. നിങ്ങളുടെ യൂണിറ്റ് മുഴുവൻ എത്ര ആളുകളെ വർക്ക് ചെയ്യണേ? ഞങ്ങൾ വീട്ടുകാർ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. വീട്ടിൽ തന്നെ അമ്മയുടെ അച്ചാറൊക്കെ ഇടുന്നത് അച്ഛനും ഏട്ടനും ഒക്കെയാണ് സഹായിക്കുന്നത്. ഞാൻ കൂടുതൽ സെയിൽ ചെയ്യാനായിട്ടാണ് ഞാൻ കൂടുതൽ പോകുന്നത്. പിന്നെ ഇത് അപ്പച്ചയാണ്, അച്ഛൻ്റെ പെങ്ങളാണ്. എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ 2017 സ്റ്റാർട്ട് ചെയ്തത്. 2018 ഞങ്ങൾ കുടുംബശ്രീയിൽ അംഗമായിട്ട് ശരിയായി തുടങ്ങിയത്. ശരിക്കും നിങ്ങൾ മെയിനായിട്ട് ഇത് വിപണനം ചെയ്യുന്നത് എങ്ങനെയാണ്? വിപണന മേളയുണ്ട്, പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് സെയിലിന് ആളുകൾ വരും. അങ്ങനെയില്ല, നമ്മുടെ ഇത് വിസിറ്റിംഗ് കാർഡ് ഇത് കണ്ടിട്ട് പലരും വിളിച്ച് അവർക്ക് അയച്ചു കൊടുക്കും. ലണ്ടൻ വരെ പോയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത് ഈ രീതിയിൽ തന്നെ വേണോന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഭരണി തന്നെ അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ പാക്കിങ്ങിലായാലും കൊടുക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലാണെങ്കിലും കൊടുക്കും. കൂടുതൽ ഔട്ട് സൈഡിലേക്ക് കൂടുതൽ പോകുന്നത് ബൾക്കായിട്ട് അവർക്ക് അത് വേണമെന്ന് പറയുമ്പോഴേക്കും അത് നമുക്കിപ്പോ പുറത്തേക്ക് പോകുന്നതിന് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ലേബിളിംഗ് ഇല്ലെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ലേബലിംഗ് ഉള്ളതുകൊണ്ട് നല്ലപോലെ നമുക്ക് പോകുന്നുണ്ട്. നിങ്ങൾ മെയിനായിട്ട് ഏറ്റവും നന്നായിട്ട് പോകുന്ന പ്രോഡക്റ്റ് ഏതാണ്? ഇത് അച്ചാറിൽ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ് അല്ലേ? ആളുകൾ കൂടുതൽ ആരോഗ്യപരമായി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, നല്ലപോലെ വെളുത്തുള്ളി അച്ചാർ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പൊ പൊതുവെ വെളുത്തുള്ളി ഇത് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നവർ അല്പം സ്ട്രഗിൾ ചെയ്യുക, കാരണം വെളുത്തുള്ളിക്ക് ഒരുപാട് വില കൂടിയിരിക്കുന്ന തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. ഇപ്പൊ 400 രൂപയിലും മേളിലായിട്ടുണ്ട് വെളുത്തുള്ളി കിലോ. പിന്നെ അതുപോലെ നമ്മുടെ നാടൻ വെളുത്തുള്ളി തന്നെയാണ്. നല്ലപോലെ വെളുത്തുള്ളി ഉണ്ട്. ഫീലിങ്സ് നല്ലപോലെ ഉണ്ട്, കാണാൻ തന്നെ അറിയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഏതുണ്ട്? നോൺ വെജ് മീനും ചെമ്മീനുമാണ് ഉള്ളത്. ചെമ്മീനുമാണ്. ഇപ്പൊ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് നല്ല പോലെ കഷ്ണങ്ങൾ. ഇതില് കേര. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നല്ല പോലെ പീസ് ഉണ്ടെന്ന് ആൾ ഇങ്ങോട്ട് വന്ന് നമുക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും തോപ്പുംപടി ഹാർബറിൽ നിന്ന് ഞങ്ങള് മീൻ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനും ചെമ്മീനുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സാധാരണ മേളകൾക്കൊക്കെ പോകുമ്പോഴേക്കും ഞങ്ങള് കൂന്തല്, കല്ലുമ്മക്കായ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് അവസരം കിട്ടി. കണവ പിന്നെ എപ്പോഴും കിട്ടുന്ന ഐറ്റം അല്ല. പക്ഷെ നല്ല ഡിമാൻഡാണ്, നല്ല പോലെ പോകും ചിലർക്ക്. പക്ഷെ അത് ഇച്ചിരി റബ്ബർ പോലെയാണ് സാധനം. പക്ഷെ എല്ലാവരും അത് കിട്ടാത്തത് കൊണ്ട് ആളുകൾ. അതേപോലെ കല്ലുമ്മക്ക, അതിന് ഇപ്പൊ നല്ല ഡിമാൻഡുള്ള സമയമാണ്. നല്ല സീ ഫുഡ് ഐറ്റംസിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള മീനാണ് അത് രണ്ടും, കല്ലുമ്മക്കായും സ്ക്വിഡും. അപ്പൊ ഇതുകൊണ്ടൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം കിട്ടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ മാഡത്തിനൊക്കെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും അയച്ചു. കേരളത്തിൽ എവിടേക്ക് വേണേലും എങ്ങോട്ട് വേണേലും ബാംഗ്ലൂരും എങ്ങോട്ട് വേണേലും അയച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും അയച്ചു. ഞാൻ തീർച്ചയായിട്ടും നമ്പർ കൊടുത്തേക്കാം. ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു.